പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 മാർച്ച് 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് താല്പര്യമാണ് എനർജി. നമ്മുടെ താല്പര്യം കൂടുന്തോറും നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള എനർജി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് താല്പര്യം കുറഞ്ഞാൽ നമ്മളുടെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം അതുപോലെ തന്നെയാണ്. നമുക്ക് നല്ല താല്പര്യമുണ്ടോ, നമുക്ക് നല്ല എനർജി ഉണ്ടാവും. നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള ആ ഒരു എനർജി അത് ലഭിക്കുന്നത് താല്പര്യത്തിലൂടെ മാത്രമാണ്. നമ്മുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി നമ്മൾ കൂടുതൽ താല്പര്യമെടുക്കുക, തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകും. കറണ്ട് അഫേഴ്സും നമ്മൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് പബ്ലിക്കേഷൻസ് എമംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി ICSSR? ICSSRൻ്റെ ഗവേഷണ സ്ഥാപനങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ ഏത് ഗവേഷണ സ്ഥാപനമാണ് ഒന്നാം സ്ഥാനം നേടിയത്? ദി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CDS, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ICSSRൻ്റെ ഗവേഷണ സ്ഥാപനങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ CDSന് ഒന്നാം സ്ഥാനം ലഭിച്ചു. കേരളത്തിൽ തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് 1970 ഒക്ടോബർ 9 സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ KN രാജ് സ്ഥാപിച്ചു. Which Indian Coast Guard ship was commissioned on March 24, 2021? ഏത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ ആണ് 2021 മാർച്ച് 24 കമ്മീഷൻ ചെയ്തത്? ICGS വജ്ര. 2021 മാർച്ച് 24 ജനറൽ ബിപിൻ റാവത്ത്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ചെന്നൈയിൽ കാട്ടുപള്ളിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആയിട്ടുള്ള വജ്ര കമ്മീഷൻ ചെയ്തു. 98 മീറ്റർ നീളമുള്ള ഈ ഷിപ്പ് ലാർസൻ ആൻഡ് ടബ്രോ ലിമിറ്റഡ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹു ഹാസ് ബീൻ റെക്കമെൻഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ SA ബോബ്ഡെ ഹു വിൽ റിട്ടയർ നെക്സ്റ്റ് മന്ത് ആസ് ഹിസ് സക്സസർ? അടുത്ത മാസം വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ ആരെയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ശുപാർശ ചെയ്തത്? ജസ്റ്റിസ് NV രമണ്ണ. ജസ്റ്റിസ് NV രമണ്ണ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് 2021 ഏപ്രിൽ 24 ചുമതല ഏറ്റെടുക്കും. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ ഇദ്ദേഹം വിരമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NV രമണ്ണ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. ഹു റിസീവ് ദി SERB Women Excellence Award 2021 for the important contributions in the field of female reproduction? സ്ത്രീ പുനരുൽപാദന മേഖലയിലെ പ്രധാന സംഭാവനകൾക്കായി 2021 SERB Women Excellence അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ അന്തര ബാനർജി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മുംബൈയുടെ ഭാഗമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഡിവിഷൻ ആയ സ്ട്രക്ചറൽ ബയോളജിയുടെ സയൻറ്റിസ്റ്റ് ഡോക്ടർ അന്തര ബാനർജിക്കാണ് SERB വിമൻ എക്സലൻസ് അവാർഡ് 2021 ലഭിച്ചത്. സഹായകരമായ പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകൾക്ക് ഉപയോഗപ്രദമാകുന്ന സ്ത്രീ പുനരുൽപാദനത്തിലെ എൻഡോക്രൈനോളജി മനസ്സിലാക്കാൻ അവർ നൽകിയ സംഭാവനയ്ക്കാണ് 2021 SERB വിമൻസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത്. On which village the Ladakh Lieutenant Governor R.K. Mathur has inaugurated the first solar lift irrigation scheme? ഏത് ഗ്രാമത്തിലാണ് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ R.K. മാത്തൂർ ആദ്യത്തെ സോളാർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? ലാറ്റു വില്ലേജ്. ലഡാക്കിലെ ലാറ്റു വില്ലേജിലാണ് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ R.K. മാത്തൂർ ആദ്യത്തെ സോളാർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം ഉദ്ഘാടനം ചെയ്തത്. ലാറ്റർ വില്ലേജ് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ
അവസാനത്തെ വില്ലേജാണ്. ലഡാക്കിനെ പൂർണ്ണമായും സൗരവൽക്കരിക്കുകയും കാർബൺ ന്യൂട്രൽ ആക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാ പ്രദേശമായി സൗരവൽക്കരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനമാണ് പദ്ധതിക്ക് പ്രചോദനമായത്. Which Indian American was confirmed to be US President Joe Biden's new Surgeon General? ഏത് ഇന്ത്യൻ അമേരിക്കൻ വ്യക്തിയെയാണ് US പ്രസിഡന്റ് ജോയ് ബൈഡന്റെ പുതിയ സർജൻ ജനറൽ ആയി സ്ഥിരീകരിച്ചത്? ഡോക്ടർ വിവേക് മൂർത്തി. അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡന്റെ സർജൻ ജനറൽ എന്ന പദവി ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യൻ ഡോക്ടർ വിവേക് മൂർത്തിയെ സ്ഥിരീകരിക്കുന്നതിന് 2021 മാർച്ച് 22 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റ് 57-43 വോട്ടുകൾക്ക് വിജയിച്ചു. Who won the gold medal in the men's 50-meter rifle event at the Shooting World Cup in Delhi on 24th March 2021? 2021 മാർച്ച് 24 ദില്ലിയിൽ നടന്ന ലോകകപ്പിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ഇനത്തിൽ സ്വർണം നേടിയതാര്? ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ, ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ ആണ് 50 മീറ്റർ റൈഫിൾ ഇനത്തിൽ ഗോൾഡ് മെഡൽ നേടിയത്. ഹംഗറിയിലെ ഇറ്റ്സ്വാൻ പെനി 2ാം സ്ഥാനവും ഡെൻമാർക്കിലെ സ്റ്റെഫൻ ഓൾസൺ 3ാം സ്ഥാനവും നേടി. കൂടാതെ 25 മീറ്റർ വനിതകളുടെ പിസ്റ്റൾ ഇവൻറ്റിൽ ചിൻകി യാദവ് സ്വർണ്ണ മെഡൽ നേടി. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.